friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് ഐസ്ക്രീം കേക്കിന്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഐസ്ക്രീം കേക്ക് റെഡിയാക്കുന്നതിനായിട്ട് ഇതിന്റെ ഫസ്റ്റ് ലെയറിനായിട്ടുള്ള ബിസ്ക്കറ്റിന്റെ ഒരു മിക്സിംഗ് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രിട്ടാനിയ മാരിഗോൾഡ് എന്ന ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഇതുണ്ടാക്കുന്നതിനുള്ള ട്രേയുടെ വലിപ്പം അനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ അളവും കൂടുതലായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ട്രേ അധികം വലിപ്പമുള്ള ട്രേ അല്ല, അതുകൊണ്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൽ നിന്ന് ആവശ്യമുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് എടുക്കുന്നതിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് 22 പീസാണ്. ഒരു പാക്കറ്റിൽ നിന്ന് 22 പീസ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ചെറിയ പീസുകളായിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഐസ്ക്രീം കേക്ക് റെഡിയാക്കി വരുമ്പോൾ ബിസ്ക്കറ്റ് ഇങ്ങനെ കടിക്കുന്ന നല്ല ടേസ്റ്റാണ്. ഒടിച്ചിടുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെറിയ പീസാക്കി ഇടുന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാ ബിസ്ക്കറ്റ് നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരുന്ന 22 ബിസ്ക്കറ്റ് ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് സിറപ്പ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് സിറപ്പാണ്. ചോക്ലേറ്റ് സിറപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാൽ കപ്പ് ചോക്ലേറ്റ് സിറപ്പാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റിലെ എല്ലാ ഭാഗത്തോട്ടും ആകുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ലെയർ നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം കേക്ക് റെഡിയാക്കാനായിട്ട് ഒരുപാട് വലിയ ട്രേ ഒന്നല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസ് ട്രേ ആണ്. ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബിസ്ക്കറ്റിന്റെ മിക്സിങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫുൾ ചേർക്കണ്ട, പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ലെയറായിട്ട് ഇടാനായിട്ടാണ്. നമുക്ക് ഇതുപോലെ ട്രേയിലൊന്ന് നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കാനായിട്ട് വിപ്പിംഗ് ക്രീം ആവശ്യമാണ്. അതിനായിട്ട് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം 1.5 കപ്പ് ചേർക്കാം. വലിയ ട്രേയിലാണ് നിങ്ങളിത് റെഡിയാക്കുന്നതെങ്കിൽ 2.25 കപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ 1 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ഇതിലിപ്പോൾ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 1 കപ്പ് കൂടി ഒഴിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1.5 കപ്പ് എടുത്തു. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കാം. കേക്കിനായിട്ട് നമ്മൾ സ്റ്റിഫായി എടുക്കുന്ന പോലെ ഒന്നും ക്രീം റെഡിയാക്കേണ്ട ആവശ്യമില്ല. ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം കളർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഓറഞ്ച് കളറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്കായിട്ട് യൂസ് ചെയ്യുന്നത് ജെലാറ്റിൻ പൗഡറാണ്. ഇതിപ്പോൾ അൺഫ്ലേവേർഡ് പൗഡറാണ്. ഫ്ലേവേർഡ് പൗഡർ ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ കളർ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കളർ വേറെ എക്സ്ട്രാ ചേർത്തത്. നമ്മളിവിടെ സാധാ ഐസ്ക്രീമല്ല റെഡിയാക്കുന്നത്, കേക്ക് ഐസ്ക്രീമാണ്. അപ്പോൾ കേക്കിൻ്റെ സ്ട്രക്ചർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചേർക്കുന്ന ഫ്രഷ് ക്രീമിൻ്റെ മിക്സിങ് ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് സ്റ്റിക്കി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. അപ്പം നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന മിക്സിങ് ഇല്ല, അതിൻ്റെ പോലെ തന്നെ കട്ടിയിലായിരിക്കണം.
റെഡിയാക്കാനായിട്ട്. ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഞാനിവിടെ മധുരത്തിനായിട്ട് 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് 2.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇത് നേരിട്ട് നമുക്ക് ക്രീമിലേക്ക് ചേർക്കാൻ പറ്റില്ല. ഈ പൗഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിനായിട്ട് ഒരു പാത്രം വെള്ളം തിളപ്പിച്ചെടുത്തതാണ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. മെൽറ്റാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ക്രീം സെറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിൽ നിന്ന് 1/4 കപ്പ് ക്രീം ഇതിലേക്ക് ചേർത്തിട്ട് വേണം മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഈ പൗഡർ ക്രീമിൽ നല്ലപോലെ ലയിച്ച് ചേരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്രീം ഞാൻ ഫ്രിഡ്ജിൽ താഴെ വെച്ചേക്കാണ്, ഫ്രീസറിലല്ല കേട്ടോ വെച്ചിരിക്കുന്നത്. കാരണം ഇത് റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ക്രീമിൽ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്താറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ക്രീമിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച ക്രീമിലേക്ക് ഇത് ചേർത്ത ശേഷം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ഐസ്ക്രീം കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്രീമിൻ്റെ മിക്സിങ് പകുതി ചേർക്കാം. ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ബിസ്ക്കറ്റിന്റെ മിക്സിങ് ചേർക്കാം. ഇതിപ്പോ 3rd ലെയറാണ് കേട്ടോ ചെയ്യുന്നത്. മുകളിലേക്ക് ബാക്കി വരുന്ന ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ക്രീമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് അല്പം കിസ്മിസ് ചേർക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് ചെറി വെച്ച് കൊടുക്കാം. ചെറിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സ് ഒന്നും ഇതുപോലെ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഭംഗിക്കായിട്ട് ചെയ്തതാണ്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ പീസുകൾ ചെറുതായി കട്ട് ചെയ്തതൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചെറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ് ആയിട്ട്. അതുപോലെ കിസ്മിസ്, കാഷ്യൂ നട്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം കേക്ക് ഒന്നുകൂടി അട്രാക്റ്റീവ് ആകാനായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെക്കുമ്പോൾ റാപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഓപ്പൺ ആക്കി തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡിയായി കട്ട് ചെയ്തെടുത്തു. നല്ല സ്ട്രക്ചറിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം.
ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഐസ്ക്രീമിൻ്റെ നല്ല ഫ്ലേവറും ഉണ്ട്, കേക്കിൻ്റെ സ്ട്രക്ചറും അടിപൊളിയാണ്.